കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു. കോൺഗ്രസിൽ ആദ്യത്തെ വെടി പൊട്ടി. ആ വെടി പൊട്ടിച്ചത് മറ്റാരുമല്ല, തിരുവനന്തപുരം DCC പ്രസിഡന്റ് പാലോട് രവിയാണ്. 3 തവണ MLA-യും ഡെപ്യൂട്ടി സ്പീക്കറും ഒക്കെ ആയ പാലോട് രവിയാണ് ആദ്യത്തെ വെടി പൊട്ടിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൽ നിന്ന് KPCC നേതൃത്വം രാജി എഴുതി വാങ്ങുകയും ചെയ്തു. DCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിക്കത്ത് അദ്ദേഹം കൊടുത്തു. ഇനിയും എത്ര വെടികൾ പൊട്ടും കോൺഗ്രസിനുള്ളിൽ എന്നാണ് പൊതുവെ എല്ലാവരും ആകാംക്ഷയോടെ നോക്കിക്കാണുന്നത്. എന്താണ് സാറേ ഈ പാലോട് രവി ഇങ്ങനൊരു വെടി പൊട്ടിക്കാനുള്ള യഥാർത്ഥ കാരണം എന്താണ്? എണ്ണി എണ്ണി കുറയുന്ന ഇതായുസ്സും മണ്ടി മണ്ടി കരയേറുന്നു മോഹവും. ജ്ഞാനപ്പാന അല്ലേ? അതെ. പൂന്താനം എത്ര ദീർഘദൃഷ്ടിയുള്ള ആളാണെന്നുള്ളതാണ് ഞാൻ അത് കോൺഗ്രസ്സുകാരെ അതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് കേരളത്തിലെ കോൺഗ്രസ്. അത് കോൺഗ്രസ്സുകാരെ കണ്ടിട്ടാണോ എഴുതിയതെന്നാണ് സംശയം. അതെ അതെ, എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിച്ചു അല്ലേ? ഇപ്പം ഞാൻ ചോദിച്ചിട്ട് കോൺഗ്രസ്സുകാർ പൊതുവെ ഒരു ആത്മവിശ്വാസവും അണികളിലെ ഉണർവും ഉണ്ടായിരിക്കുന്ന ഒരു സമയമാണ്. മാത്രമല്ല ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരിപ്പോൾ ഉള്ളത് കോൺഗ്രസ്സിലാണ്. യൂത്ത് കോൺഗ്രസ് അടക്കം വളരെ ശക്തമാണ് കേരളത്തിലെ അവരുടെ നില. സംഘടനാപരമായി അവർക്ക് ദൗർബല്യങ്ങളും വീഴ്ചകളും ഒക്കെ ഉണ്ട്. എങ്കിലും കോൺഗ്രസ് അത്ര മോശമല്ല ഇപ്പോൾ. അവർ ഈ നിലമ്പൂർ ഫലം വന്നു കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെ ആവേശഭരിതരായി. അതെ, 100 സീറ്റ് പിടിക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് അവർ മുമ്പോട്ട് നീങ്ങുന്നത്. അതിനിടയ്ക്കാണ് ഇങ്ങനൊരു സംഭവം കൂടി നടന്നിരിക്കുന്നത്. ഒന്നാലോചിക്കണം, നിലമ്പൂരിൽ ഉണ്ടാക്കിയ ഒരു വലിയ വിജയം, അത് ലീഗ് അതിനകത്ത് വലിയ അധ്വാനം നടത്തി. കുഞ്ഞാലിക്കുട്ടി ഓരോ വീട്ടിലും കയറി ഇറങ്ങുകയാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ കയറി ഇറങ്ങി ആര്യാടൻ ഷൗക്കത്തിനുള്ള സ്നേഹം കൊണ്ടല്ല, ഷൗക്കത്തുമായിട്ടൊന്നും പൊരുത്തപ്പെട്ടു പോകാത്ത ആൾക്കാരാണ് മുസ്ലിം ലീഗ്. പക്ഷെ എന്നിട്ട് പോലും ഇറങ്ങി എന്തിനാണ്? ജയം അനിവാര്യമാണ്. ആ ജയം കേരളത്തിൽ മുഴുവൻ വ്യാപിപ്പിക്കാൻ വേണ്ടിയാണ്. ഒരു UDF തരംഗമുണ്ട്, ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അത് ചെയ്തത്. അത് കുഞ്ഞാലിക്കുട്ടി മാത്രമല്ല സാർ, ചാണ്ടി ഉമ്മനും അവിടെ ഒരുപാട് വീടുകളിൽ കയറി. ഞാൻ കുഞ്ഞാലിക്കുട്ടിയുടെ കാര്യം എടുത്തു പറയാൻ, ലീഗിനാണ് ഇപ്പൊ കോൺഗ്രസ്സുകാരെക്കാൾ കൂടുതലായിട്ട് ആവശ്യം. പിന്നെ അവരുടെ ഒരു പ്രദേശവുമാണ്. കുഞ്ഞാലിക്കുട്ടി ഓരോ വീട്ടിലും കയറി ഇറങ്ങുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറും. സാദിഖലി തങ്ങൾ കഴിഞ്ഞാൽ അടുത്തത് കുഞ്ഞാപ്പയാണ്. കുഞ്ഞാപ്പ ഇല്ലാതെ ഒരു കാര്യമില്ല. അപ്പോൾ അങ്ങനെ ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുത്തപ്പോഴാണ് അതിൻ്റെ മുകളിൽ ഇപ്പോൾ ഒരു ഇടുത്തി പോലെ വന്ന് വീണിരിക്കുകയാണ് ഈ സംഭവം എന്ന് പറയുന്നത്. ഇത് പൊതുവെ അണികളിൽ ഉണ്ടാക്കുന്ന കോൺഗ്രസ് എവിടെയെങ്കിലും ദുർബലമാണെങ്കിൽ അത് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, ഈ 4 ജില്ലകളിലാണ്. അതിൽ പത്തനംതിട്ട കോൺഗ്രസ്സിന് തിരിച്ചു പിടിക്കാൻ എളുപ്പമാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ തിരുവനന്തപുരം, കൊല്ലം അത്ര എളുപ്പമല്ല. ഈ രണ്ടിടത്തും BJP അതിശക്തമായിട്ട് വളർന്ന് കയറുകയാണ്. ഈ പത്തനംതിട്ട ജില്ല എന്ന് പറയുന്നത് പരമ്പരാഗതമായിട്ട് കോൺഗ്രസ്സുകാർക്ക് കോൺഗ്രസിന് തീരെഴുതി കൊടുത്തിരിക്കുന്ന ജില്ലകളിലൊന്നാണ്. പക്ഷേ ഈ കഴിഞ്ഞ 2016, 2021 ഒക്കെ എന്ന് പറഞ്ഞാൽ 5 മണ്ഡലവും LDF കയ്യിലാണ്. പക്ഷേ അതൊക്കെ ഇവർക്ക് തിരിച്ചു പിടിക്കാം. ജോസ് കെ മാണിയും കൂടി ഇപ്പുറത്തുണ്ടെങ്കിൽ ഒന്നുകൂടെ സൗകര്യമായി. പക്ഷെ അങ്ങനെയൊക്കെയുള്ള നീക്കം നടത്തുമ്പോഴാണ് ഈ കോൺഗ്രസിന് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഇത് ഞാൻ ചോദിച്ചോട്ടെ, BJPയുടെ ഒരു വളർച്ച ഇരു മുന്നണികളിലും വലിയ ഒരു ഭയം ഉണ്ടാക്കുന്നുണ്ട്. അത് പക്ഷേ പാർട്ടിക്കകത്ത് മാത്രമേ ഇത് സംസാരിക്കാൻ പാടുള്ളൂ, അത് പുറത്തു പോകേണ്ട കാര്യമല്ല. അതിലാണ് കുഴപ്പം പറ്റിയിരിക്കുന്നത്. ഈ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൽ ഇരുന്ന് ഞാൻ ചോദിച്ചോട്ടെ, എല്ലാ സൗഭാഗ്യങ്ങളും നേടി ഇനിയും വേറെ ഏതെങ്കിലും സ്ഥാനങ്ങളിൽ ഒക്കെ ഇരിക്കണം. അതിനുവേണ്ടി ഒരിടം തേടുകയാണ്. ഇപ്പൊ PJ കുര്യൻ ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് യൂത്ത് കോൺഗ്രസ്സുകാരെ ചീത്ത പറഞ്ഞത്. PJ കുര്യന് തിരുവല്ല നിയമസഭാ മണ്ഡലം നോട്ടമുണ്ട്. അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്. അത് അവിടെ സ്വാഭാവികമാണ്. ഇനിയിപ്പോ ഡൽഹിക്ക് പോയിട്ട് കാര്യമില്ല. അതെ. മാത്യു T. തോമസ് ആണ് ഇപ്പൊ LDFന്റെ സ്ഥാനാർത്ഥി, ജനതാദളിലെ. മാത്യു T. തോമസിൽ നല്ല മന്ത്രിയാണ്. അത്ര എളുപ്പമല്ല. മാത്യു T. തോമസ് വളരെ ജനകീയനാണ്. പക്ഷെ തിരുവല്ലയ്ക്ക് വേണ്ട തരത്തിലുള്ള വികസനം കിട്ടിയിട്ടില്ല എന്നൊക്കെ പരാതിയുണ്ട്. പിന്നെ മർത്തോമ സഭയുടെ ആസ്ഥാനമാണ് തിരുവല്ല. അപ്പം ആ സഭയുമായിട്ടുള്ള ബന്ധമാണ് PJ കുര്യനും ഒക്കെ ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ വന്നു കഴിഞ്ഞാൽ മാത്യു T. തോമസും മർത്തോമ സഭയിൽ ഉള്ള ആളാണ്.
അപ്പോൾ നല്ലൊരു മത്സരത്തിലേക്ക് തന്നെ അവിടെ പോകും. പി ജെ കുര്യൻ ഇറങ്ങിയാൽ പക്ഷേ എതിർക്കാനും കോൺഗ്രസിൽ തന്നെ ആളുണ്ടെന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെ കോൺഗ്രസിനകത്ത് ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വി ഡി സതീശനെ പോലുള്ളവരെ അധ്വാനിക്കുന്നു, ഈ 100 സീറ്റിൽ പിടിച്ചെടുക്കുക എന്നുള്ള മുദ്രാവാക്യവുമായിട്ട് മുമ്പോട്ട് പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ളൊരു വീഴ്ച ഉണ്ടായിരിക്കുന്നത്. ഇത് സാറേ, അത് ഞാനൊരു സംശയം ചോദിക്കട്ടെ. പാലോട് രവി എന്തുദ്ദേശിച്ചാണ് ഇത് പറഞ്ഞത്? അദ്ദേഹത്തിന് കോൺഗ്രസ് വിട്ട് BJP-യിൽ ചേരാൻ എന്തെങ്കിലും മോഹമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഇത് കോൺഗ്രസിൽ നിന്നുള്ള ഒഴുക്ക് അങ്ങോട്ട്, ഈ ഷട്ടർ അങ്ങോട്ട് ചെറുതായിട്ട് തുറന്നു. ഇനി വരും ഒരു കുത്തൊഴുക്ക് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ സീറ്റ് മോഹികളായ നിരവധി കോൺഗ്രസ്സുകാർക്ക് ആഗ്രഹപൂർത്തീകരണം ഉണ്ടാകാതെ വരുമ്പോൾ അത് BJP-യിലേക്കുള്ള ഒരു ഒഴുക്കായി മാറാൻ സാധ്യതയുണ്ട്. രാജീവ് ചന്ദ്രശേഖർ ഒരു മാസ്റ്റർ പ്ലാൻ വെച്ചപ്പോഴേ ഈ ആഗ്രഹപൂർത്തീകരണം നടത്താൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർക്കും വേണ്ടി കുറച്ച് സീറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. മറ്റു പാർട്ടികളിൽ നിന്നും മാറി വരുന്നവർക്ക് അവരുടെ ജനപിന്തുണ കൂടി നോക്കും. ഇപ്പൊ പാലോട് രവിയുടെ നോട്ടം എന്ന് പറയുന്നത് നമുക്കറിയാം ഏത് മണ്ഡലമാണ്. തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാടാണ്. ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ വരുന്നതാണ്. അപ്പൊ പാർട്ടി നോക്കും, BJP നോക്കും അവിടെ എത്രത്തോളം ജനപിന്തുണ ഉണ്ട് ഇദ്ദേഹത്തിന്, ഈ അധികാരം ഭ്രാന്ത് മൂത്തു എത്തിയതാണോ, ഇങ്ങനെയൊക്കെയുള്ള പഠനം നടത്തിയതിനു ശേഷം. അങ്ങനെ നോക്കുകയാണെങ്കിൽ സാർ 2021 ഗംഭീര പരാജയമാണ് അദ്ദേഹത്തിന് അവിടെ നേരിടേണ്ടി വന്നത് ഉണ്ടായത്. അപ്പോ അതിന്റെ അർത്ഥം അവിടെ ജയിച്ച 2021 വന്നിട്ട് അല്ല, പാലോടല്ലായിരുന്നു, JR അനിലും നമ്മുടെ PS പ്രശാന്തും കൂടാണ് ഇപ്പൊ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുന്ന പ്രശാന്ത്. പിന്നെ കാലുവാരി എന്ന് പറയുന്നുണ്ട് പലരും കോൺഗ്രസ്. അതുകൊണ്ടാണ് പ്രശാന്തും കോൺഗ്രസുമായിട്ട് തെറ്റിപ്പിരിഞ്ഞ് പ്രശാന്ത് CPM-ലേക്ക് വന്നു. അങ്ങനെ ഇപ്പൊ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയി. പാലോട് രവിക്ക് അവിടെ സീറ്റ് കൊടുക്കാത്തത് 21 സീറ്റ് കൊടുത്തില്ല എന്നാണല്ലോ അതിന്റെ അർത്ഥം. അതെ, മാത്രമല്ല 16 സി ദിവാകരൻ ജയിച്ചു ഓടുന്നു. സി ദിവാകരൻ, അതെ അതെ. അതിനു മുമ്പ് മാങ്കാവ് എന്താ അങ്ങനെ ഒരു രാധാകൃഷ്ണനായി. അതെ അതെ, ഞാൻ പേര് മറന്നു, അദ്ദേഹത്തിന്റെ സ്ഥലപ്പേരുണ്ട്. അതെ അതെ. സി ദിവാകരന് കരുനാഗപ്പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് അവിടെ തോപ്പിക്കാൻ നോക്കി, പക്ഷെ അത് അവിടുന്ന് ജയിച്ചു എന്നുള്ളതാണ്. സി ദിവാകരനെ അങ്ങനെ എഴുതി തള്ളാൻ പറ്റത്തില്ല. തന്ത്രങ്ങൾ ഒരുപാട് ഒരു കറുത്ത കുതിരയാണ് CPI-യിലെ. അതെ. അല്ല, അപ്പോൾ ശരിക്കും പറഞ്ഞ പാലോട് രവി കഴിഞ്ഞ കുറെ 2 ടേമായിട്ട് 10 വർഷമായിട്ട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇദ്ദേഹത്തിൻ്റെ നീക്കം അത് BJP-യിലേക്കുള്ള, കാരണം ഇത് പ്രശാന്ത് ഇത് ഉണ്ടാകും. കാരണം BJP-ക്ക് എന്നിട്ട് പറയുന്നത് എന്താ, BJP 60 സീറ്റിൽ നോട്ടമിട്ടിരിക്കുന്നത് മനസ്സിലാക്കണം എന്നൊക്കെ അദ്ദേഹം വെളിപ്പെടുത്തി. BJP 60 സീറ്റല്ല 140 സീറ്റിലും നോട്ടമുണ്ട്. അതിനകത്ത് മണ്ഡലം ക്ലാസ് തിരിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. 20 മണ്ഡലം A ക്ലാസ്സിൽ പോകും നിയമസഭാ മണ്ഡലം. കാരണം അത്രയും വിജയസാധ്യത ഈ നെടുമങ്ങാടും BJP ഉണ്ട്, വലിയ പ്രതീക്ഷ വെക്കുന്നുണ്ട്. ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ 2ാം സ്ഥാനത്തെത്തിയ മുരളീധരൻ 2ാം സ്ഥാനത്ത് വന്നു. അല്ല, അതിനു മുമ്പ് 2016 VV രാജേഷ് അവിടെ മത്സരിച്ചപ്പോൾ ഏതാണ്ട് 40,000-ന് അടുത്തേക്ക് 37,000-ഓ 38,000-ഓ വോട്ട് അവിടെ പിടിച്ചു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. 2021 വന്നപ്പോൾ അവിടെ അഡ്വക്കേറ്റ് JR പത്മകുമാറാണ് മത്സരിച്ചത്. അതുകൊണ്ട് തന്നെ അവിടെ BJP പുറകിലേക്ക് പോവുകയും ചെയ്തു. JR പത്മകുമാറിന് VV രാജേഷിൻ്റെ അത്രയും അവിടെ സ്കോർ ചെയ്യാൻ സാധിച്ചില്ല. അദ്ദേഹം അത്രയും മിടുക്ക് അവിടെ പ്രകടിപ്പിച്ചില്ല. ഇപ്പോൾ അവിടെ BJP വലിയ രീതിയിൽ ചെറുപ്പക്കാരെ ആരെങ്കിലും മത്സരിപ്പിക്കണം എന്നൊരു നിലപാട് BJP-ക്കുള്ളിൽ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവര് നിൽക്കുമ്പം ഈ ഇത്രയും വലിയ പോരാട്ട പ്രശ്നം ഉണ്ടാകും എന്നുള്ളതാണ്. ഒന്നാമത് ഭരണവിരുദ്ധ വികാരം ശക്തമാണ് കേരളത്തിൽ. അത് ഭരണവിരുദ്ധ വികാരം മാത്രമല്ല, പിണറായി വിരുദ്ധ വികാരമുണ്ട്. തിരുവനന്തപുരം ജില്ല മൊത്തത്തിൽ എങ്ങോട്ട് പോകും എന്നൊരു സൂചന ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ നൽകുന്നുണ്ട്. അവിടെ വലിയ രീതിയിൽ ഇടതുപക്ഷത്തിന് തിരിച്ചടിയായിരുന്നു. ആ ഒരു ടെമ്പോ നിലനിർത്തിയാൽ UDF-ഉം BJP-യും ആയിരിക്കും തിരുവനന്തപുരം ജില്ലയിൽ സ്കോർ ചെയ്യുക. ഇടതുപക്ഷത്തിന് വലിയ കനത്ത തിരിച്ചടി തലസ്ഥാന ജില്ല. തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ തന്നെ 4 സീറ്റ് BJP. അതെ, 3 ഉറപ്പ്. 4ാമത്തെ ഒരല്പ അധ്വാനവും കൂടി ഉണ്ടായാൽ വിജയമായിരിക്കുന്നുള്ളൂ.